ഇത് ആരാ ബഡ്ജറ്റായി നാട്ടിലേക്ക് പോകുന്ന ലാൽജിത്ത്. ബഡ്ജറ്റ് ട്രിപ്പുകൾ എങ്ങനെ കണ്ടറിയാമോ? ഫോളോ ചെയ്യൂ, കൂടെ കൂടൂ. അങ്ങനെ നമ്മൾ മൈസൂർ ടൗണിലെത്തിയിരിക്കുന്നു. ഡയറക്റ്റ് പോവുക. ഇപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിരിക്കുന്നു. മൈസൂരേക്ക് 2 പേർക്കും കൂടി 420 രൂപ. ഇതൊക്കെ നീ കോമഡി പറയൂ. ഇപ്പം പറയടാ. കൂർഗിലെത്തി ലൂപ്പൻ്റെ കോമഡി കേട്ട് നിൽക്കുകയാണ് രാവിലെ തന്നെ. ബഡ്ജറ്റ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമല്ല, മോർണിംഗ് 2 ദിവസമായി. ഇത്ര രാത്രിക്ക് 8 മണിക്ക് റൂമൊന്നും ഇട്ടതാണ്. ഇപ്പം എത്ര 4 മണിയായി. കൂർഗിലെത്തി. തണുപ്പൊന്നും വിചാരിച്ച തണുപ്പൊന്നും ഇല്ല കേട്ടോ. കൂർഗിലൊന്നും വിചാരിച്ച തണുപ്പൊന്നും ഇല്ല. അത് നല്ല മഞ്ഞ. പക്ഷെ വീഡിയോ ഒന്നും കാണുന്നില്ല. ബസ് ഇറങ്ങിയ ശേഷം ഒന്നും കാണുന്നില്ല. അതിനെ എനിക്ക് തോന്നുന്നു. നമുക്ക് ചൂടെടുക്കുന്നു. അതെന്താ? എടാ ഞാൻ കൊടയെടുത്തില്ല കേട്ടാ. ഞാനും എടുത്തിട്ടില്ല. ഇനിയിപ്പം നമ്മളെന്ത് ചെയ്യുമല്ലയോ? പറയൂ. ബഡ്ജറ്റ് ട്രിപ്പ് ഇപ്പം 400 റുപ്യയിൽ എത്തി നിൽക്കുകയായിരുന്നു ഒരാൾക്ക്. മൈസൂരിൽ നിന്ന് എടുത്തേക്കത്ര 140 അല്ല. ഇന്നലെ അപ്പം നമ്മൾ കഴിച്ചിനാകെ ഒരു സമൂസ ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ ഒരു ചായ കുടിച്ചില്ല. നമ്മൾ 20 തീയതി മൈസൂരിൽ നിന്ന് കയറി 420 റുപ്യ. 21 തീയതി മൈസൂരിൽ നിന്ന് വിരാജ് ഘട്ടേക്ക് കയറി. ഇപ്പം വിരാജ് ഘട്ടെത്തി നിൽക്കുന്നു. അപ്പോൾ എനിക്കെന്താ ചോദിക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പോയി ചോദിക്കില്ല. ഇപ്പം ചോദിക്കടാ, ചോദിക്കപ്പ. അതെന്താ ഇച്ചൊക്കെ ക്യാമറ ഓൺ ആക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല. എന്താണെന്ന് അറിയില്ല. ഗായ്സ് നിങ്ങൾ ചോദിക്കൂ എന്താണെന്ന്. അങ്ങനെ ബസ് 2 മണിക്കൂറായി. 2 മണിക്കൂർ 4 മണിക്ക് വന്നില്ലേ? 6 മണിക്കാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ക്ഷീണം വെച്ച് സൈഡായി കാണുന്നില്ല. നമുക്ക് കോട ഇറങ്ങിച്ചു. അത്ര വലിയ കോടയൊന്നുമില്ല, എന്നാലും ചെറിയൊരു കോട മാത്രമേ ഉണ്ടാകും. അങ്ങനെ നമ്മൾ എത്തിക്കെത്തിരിക്കുന്നു. ഉറങ്ങി തൂങ്ങി ചാത്താവനെ. എടാ എടി വന്ന്
കണ്ണൂർ. ഇരട്ടിക്കെത്തിയല്ലോ. ഏ? ഇത് തലശ്ശേരി പോകുന്ന ദിവസം ഇങ്ങനെ കണ്ണൂർ പോയി നിങ്ങൾ. ഇങ്ങോട്ട് കണ്ണൂർ പോയാലോ? ഇത് പോയി ആ കളി തന്നെ. നിങ്ങളെ നാട്ടിലെത്തിയല്ലേ? കളി 445 ഉറുപ്പ്യക്ക് നാട്ടിലെത്തി. 445 ഉറുപ്പ്യക്ക്.